ഒരു മുറിയിലേക്ക് എന്തിനാണ് വന്നതെന്ന് ഓർക്കാൻ പറ്റാതെ അവിടെ തന്നെ നിന്നു പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അടുത്ത സുഹൃത്തിന്റെ പേര് നാവിൻതുമ്പിൽ വരും, പക്ഷെ കിട്ടില്ല. അതെ അതെ, അതെല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളൊരു നെടുവീർപ്പോടെ പറയും, പ്രായമായി വരുന്നു, ഓർമ്മയൊക്കെ പോയി തുടങ്ങിയെന്ന്. അവിടെ നമ്മൾ സ്വയം ഒരു വിധി എഴുതുകയാണ്. അതെ, പക്ഷേ അതൊരു തെറ്റിദ്ധാരണയാണെങ്കിലോ? നമ്മുടെ തലച്ചോറിന് പ്രായമാവാതെ എന്നും ചെറുപ്പമായി സൂക്ഷിക്കാൻ ഒരു രഹസ്യമുണ്ടെങ്കിലോ? ആ രഹസ്യം നമ്മുടെ തലച്ചോറിൽ തന്നെ ഉണ്ട്. അതിന്റെ പേരാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ന്യൂറോപ്ലാസ്റ്റിസിറ്റി വളരെ ശരിയാണ്. നമ്മുടെ തലച്ചോറ് ഒരു കല്ല് പോലെ ഉറച്ചുപോയ ഒന്നല്ല, അതൊരു പൂന്തോട്ടം പോലെയാണ്. ഒരു പൂന്തോട്ടം പോലെ? അതെ, അതിനെ നമ്മൾ ശ്രദ്ധയോടെ പരിപാലിച്ചാൽ പുതിയ ചിന്തകളുടെയും ഓർമ്മകളുടെയും പൂക്കൾ 80-ാം വയസ്സിലും അവിടെ വിരിയും. ഓക്കേ. പക്ഷേ ആ പൂന്തോട്ടത്തിന് ഒരൊറ്റ കാര്യം നിർബന്ധമാണ്: പുതുമ, പുതിയ അനുഭവങ്ങൾ, പുതിയ അറിവുകൾ, പുതിയ കാഴ്ചകൾ. അതെ, ഇവയില്ലെങ്കിൽ ആ പൂന്തോട്ടം പതിയെ കാട് കയറാൻ തുടങ്ങും. ശാസ്ത്രം പറയുന്നത് തലച്ചോറിന്റെ പ്രായമാകലിന്റെ ഏകദേശം ഒരു 20-25% മാത്രമേ നമ്മുടെ ജീനുകളെ ആശ്രയിച്ചിരിക്കുന്നുള്ളൂ എന്നാണ്. ശരിയാണ്. ബാക്കി 75% നമ്മുടെ കയ്യിലാണ്. നമ്മുടെ ദൈനംദിന ശീലങ്ങൾ, നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ. അപ്പോ നമ്മുടെ തലച്ചോറാകുന്ന ആ പൂന്തോട്ടത്തെ മനോഹരവും ചെറുപ്പവുമാക്കി നിലനിർത്താൻ സഹായിക്കുന്ന ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട 5 ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായും. നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ആദ്യത്തെ ശീലത്തിൽ നിന്ന് തുടങ്ങാം. ഓക്കേ. ദിവസവും പുതിയ എന്തെങ്കിലും ചെയ്യുക. ഇത് കേൾക്കുമ്പോൾ ഒരു പുതിയ ഭാഷ പഠിക്കുന്നത് പോലെയോ വലിയ കാര്യങ്ങളായിട്ടാവും തോന്നുക. പക്ഷേ നമ്മൾ നോക്കിയൊരു പഠനത്തിൽ പറയുന്നത് അത്തരം വലിയ കാര്യങ്ങളെക്കാൾ തലച്ചോറിന് ഉത്തേജനം നൽകുന്നത് ദൈനംദിന ജീവിതത്തിലെ ചെറിയ മാറ്റങ്ങളാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം വലിയ ലക്ഷ്യങ്ങൾ നമ്മൾ ചിലപ്പോൾ മാറ്റിവെച്ചേക്കാം, പക്ഷേ ഓഫീസിലേക്ക് പുതിയ വഴിയിലൂടെ പോകുന്നത് തലച്ചോറിൽ ഉടനടി പുതിയ ന്യൂറൽ പാതകൾ ഉണ്ടാക്കുന്നു. അതെ, ഇത് തലച്ചോറിൽ ഒരു കോഗ്നിറ്റീവ് റിസർവ് ഉണ്ടാക്കുന്നു, ഒരു മാനസികമായ കരുതൽ ധനം പോലെ. ഉദാഹരണത്തിന്, ഇപ്പോ വലത് കൈ കൊണ്ട് പല്ല് തേക്കുന്നതിന് പകരം ഇടത് കൈ ഉപയോഗിക്കുക. ഓ, അത് കൊള്ളാമല്ലോ. അല്ലെങ്കിൽ എന്നും ഇരിക്കുന്ന കസേര മാറി വേറൊരിടത്തിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ പോലും നമ്മുടെ ഓട്ടോ പൈലറ്റ് മോഡിനെ തകർക്കും, തലച്ചോറിനെ ഉണർത്തും. ആ പൂന്തോട്ടത്തിൽ പുതിയ വഴികൾ വെട്ടിത്തെളിയുന്നത് പോലെ. അതെ, ഇത് നിങ്ങൾക്ക് മാനസികമായി കൂടുതൽ ഉന്മേഷം നൽകും. പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മുഴുവൻ ശ്രദ്ധയും അതിൽ വേണമല്ലേ? വേണം. ഇത് നമ്മളെ അടുത്ത പോയിന്റിലേക്ക് എത്തിക്കുന്നു. ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. നമ്മൾ പലപ്പോഴും കരുതുന്നത് മൾട്ടി ടാസ്കിംഗ് ഒരു വലിയ കഴിവാണെന്നാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ അതൊരു മെന്റൽ ജങ്ക് ഫുഡാണ്. അതെ, ആ പ്രയോഗം വളരെ ശരിയാണ്. കാരണം നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറ് ഒരു ജോലിയിൽ നിന്നും മറ്റൊന്നിലേക്ക് അതിവേഗം ചാടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഒരേ സമയം പലതും ചെയ്യുകയല്ല. അല്ല, ഈ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ഒരുപാട് മാനസിക ഊർജം ഉപയോഗിക്കുകയും നമ്മൾ നേരത്തെ പറഞ്ഞ കോർട്ടിസോളിന്റെ അളവ് കൂട്ടുകയും ചെയ്യും. ഓക്കേ. പൂന്തോട്ടത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് എല്ലാ ചെടികൾക്കും ഒരേ സമയം ഒരു ഓട്ട വീണ ഹോസ്റ്റ് കൊണ്ട് വെള്ളമൊഴിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. ഒരു ചെടിക്കും ആവശ്യത്തിന് വെള്ളം കിട്ടില്ല. അപ്പോൾ മണിക്കൂറുകളോളം പകുതി ശ്രദ്ധ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് 20 മിനിറ്റ് ഒരു കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണല്ലേ? കൃത്യമാണ്. ഒരു കാര്യം തിരഞ്ഞെടുത്ത് അതിൽ പൂർണ്ണമായി മുഴുകുക. ഫോണിലെ നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക. ഇത് നമ്മുടെ ചിന്തകൾക്കൊരു അടുക്കും ചിട്ടയും തരും. തീർച്ചയായും കാര്യങ്ങളിൽ കൂടുതൽ നിയന്ത്രണവും കാര്യക്ഷമതയുമുള്ളതായി തോന്നും. നമ്മൾ ഇതുവരെ പറഞ്ഞത് നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. ഇനി പുറം ലോകത്തേക്ക് വരാം. മൂന്നാമത്തെ ശീലം, ആളുകളുമായി നല്ല ബന്ധം നിലനിർത്തുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷെ നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കാത്തൊരു കാര്യമാണിത്. ഏകാന്തത. ഒരു ദിവസം 15 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ചില പഠനങ്ങൾ പറയുന്നു. താരതമ്യം ഞെട്ടിക്കുന്നതാണ്, പക്ഷേ അത് സത്യമാണ്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. യഥാർത്ഥ സംഭാഷണങ്ങൾ, മറ്റുള്ളവരുമായി ചേർന്നുള്ള ചിരി, ഇതെല്ലാം തലച്ചോറിനൊരു മരുന്ന് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കേ. ഒരു സുഹൃത്തുമായുള്ള ആഴത്തിലുള്ള സംഭാഷണം നമ്മുടെ തലച്ചോറിൽ ഓക്സിറ്റോസിൻ പോലുള്ള ബോണ്ടിംഗ് ഹോർമോണുകൾ പുറത്തുവിടുന്നു. ഇത് കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കുമോ? അതെ, അത് കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കുകയും ഓർമ്മശക്തിയെ സംരക്ഷിക്കുകയും ചെയ്യും. പക്ഷേ ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് സോഷ്യൽ കണക്ഷൻ എന്നതിന്റെ അർത്ഥം മാറിയില്ലേ? ദിവസം മുഴുവൻ വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും സംസാരിക്കുന്നത് ഇതിൽ പെടുമോ? അതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ്.
ഡിജിറ്റൽ കണക്ഷനുകൾക്ക് അതിൻ്റേതായ സ്ഥാനമുണ്ട്. എന്നാൽ അത് യഥാർത്ഥ മനുഷ്യബന്ധങ്ങൾക്ക് ഒരു പകരക്കാരനാവില്ല. എന്തുകൊണ്ട്? മുഖാമുഖം സംസാരിക്കുമ്പോൾ നടക്കുന്ന സൂക്ഷ്മമായ ആശയവിനിമയങ്ങൾ, കണ്ണിന്റെ ചലനങ്ങൾ, ശരീരഭാഷ, ശബ്ദത്തിലെ വ്യതിയാനങ്ങൾ, ഇതെല്ലാം നമ്മുടെ തലച്ചോറിന് വലിയൊരു വ്യായാമമാണ്. ഡിജിറ്റൽ ലോകത്തെ ലൈക്കുകളും കമന്റുകളും ഒരു മിഥ്യാബോധം നൽകുന്നു, അല്ലേ? അതെ, അത് പലപ്പോഴും നമ്മളെ കൂടുതൽ ഏകാന്തരാക്കുകയാണ് ചെയ്യുന്നത്. ആഴത്തിലുള്ള അർത്ഥവത്തായ ബന്ധങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ശരിയാണ്. ഇനി 4ാമത്തെ ശീലത്തിലേക്ക് വരാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജം നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഇവിടെയാണ് നന്നായി ഉറങ്ങുകയും ശരിയായ ഭക്ഷണം കഴിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം. അതെ, ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ നമ്മൾ ഏറ്റവും മോശമായി കൈകാര്യം ചെയ്യുന്നതും ഈ 2 കാര്യങ്ങളായിരിക്കും. ശരിയാണ്. തലച്ചോറിനെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറായി സങ്കല്പിക്കുക. അതിന് നല്ല പവർ സപ്ലൈയും കൂളിംഗ് സിസ്റ്റവും വേണം. ഓക്കെ. ഉറക്കമാണ് അതിലെ കൂളിംഗ് സിസ്റ്റവും ക്ലീനിംഗ് സിസ്റ്റവും. ക്ലീനിംഗ് സിസ്റ്റമോ? പകൽ സമയത്ത് തലച്ചോറിൽ അടിഞ്ഞുകൂടുന്ന വിഷവസ്തുക്കളെ ഇത് പുറന്തള്ളുന്നു. ആവശ്യത്തിന് ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഈ മാലിന്യങ്ങൾ അവിടെ അടിഞ്ഞുകൂടും. അതെ. ഭക്ഷണത്തിന്റെ കാര്യമോ? യു ആർ വോട്ട് യു ഈറ്റ് എന്ന് പറയുന്നത് തലച്ചോറിന്റെ കാര്യത്തിൽ എത്രത്തോളം ശരിയാണ്? 100% ശരിയാണ്. നമ്മുടെ തലച്ചോറിന്റെ ഒരു 60% കൊഴുപ്പാണ്. ആണോ? അതെ. അതിനാൽ ആരോഗ്യകരമായ കൊഴുപ്പുകൾ, അതായത് ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയ മീൻ, വാൾനട്ട് എന്നിവ വളരെ പ്രധാനമാണ്. അതുപോലെ ആന്റിഓക്സിഡന്റുകളും. അതെ. ബ്ലൂബെറി, ഇലക്കറികൾ, ഡാർക്ക് ചോക്ലേറ്റ് ഇവയെല്ലാം തലച്ചോറിലെ കോശങ്ങളെ നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. ധാരാളം വെള്ളം കുടിക്കുന്നതും പ്രധാനം. പൂന്തോട്ടത്തിന് നല്ല മണ്ണും വെള്ളവും വളവും പോലെ. അതെ. ഇനി 5ാമത്തെയും ഒരുപക്ഷെ ഈ പറഞ്ഞ എല്ലാ ശീലങ്ങളെയും ഒരുമിച്ച് നിർത്തുന്നതുമായ ശീലം, ജിജ്ഞാസ നിലനിർത്തുക. ഒരു യുവത്വമുള്ള തലച്ചോറിന്റെ യഥാർത്ഥ രഹസ്യം ഒരു കുട്ടിയെപ്പോലെ ചുറ്റുമുള്ള കാര്യങ്ങളെ അത്ഭുതത്തോടെ നോക്കുക എന്നതാണ്. അതെ, ജിജ്ഞാസയാണ് യഥാർത്ഥ എഞ്ചിൻ. എങ്ങനെ? മാനസികമായി ചെറുപ്പമായിരിക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. അവർ ഒരിക്കലും എന്തുകൊണ്ട്, എങ്ങനെ എന്ന് ചോദിക്കുന്നത് നിർത്തുന്നില്ല. ശരിയാണ്. ഈ ജിജ്ഞാസ നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന റിവാർഡ് കെമിക്കൽ പുറത്തുവിടുന്നു. ഇത് പഠനപ്രക്രിയയെ ആനന്ദകരമാക്കുന്നു. അപ്പോൾ പുതിയ കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ അത് സഹായിക്കും. ജിജ്ഞാസ തലച്ചോറിന്റെ ശ്രദ്ധാകേന്ദ്രം, അതായത് ഫോക്കസ് സെന്റർ, എപ്പോഴും സജീവമായി നിലനിർത്തുന്നു. തലച്ചോറിന്റെ ആ ഭാഗം സജീവമാകുമ്പോൾ മറ്റെല്ലാ ഭാഗങ്ങളും പ്രകാശിക്കും. അതായത് ജിജ്ഞാസയുള്ള ഒരാൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പുതിയ ആളുകളുമായി സംസാരിക്കാനും ഒക്കെയുള്ള പ്രചോദനം സ്വാഭാവികമായി ഉണ്ടാവും. കൃത്യമായി. എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വിത്തുകളെക്കുറിച്ച് അന്വേഷിക്കുന്ന, പൂന്തോട്ടത്തെ എങ്ങനെ കൂടുതൽ മനോഹരമാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരാൾ, പ്രായം എത്രയായാലും ആ കൗതുകം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് എപ്പോഴും ചെറുപ്പമാണെന്ന തോന്നലുണ്ടാകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ തലച്ചോറിനെ ചെറുപ്പമായി നിലനിർത്തണമെങ്കിൽ നമ്മൾ അതിനെ ഒരു പേശി പോലെ കണ്ട് വ്യായാമം നൽകണം. അതിനെ പുതിയ അനുഭവങ്ങൾ നൽകി വെല്ലുവിളിക്കണം. നല്ല ഭക്ഷണം നൽകി പോഷിപ്പിക്കണം. എല്ലാത്തിനും മുകളിൽ ഒരു കുട്ടിയുടെ ജിജ്ഞാസയോടെ ലോകത്തെ നോക്കിക്കാണണം. അതെ, തലച്ചോറിന്റെ ആരോഗ്യം എന്നത് നമ്മുടെ ജീനുകളെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ ദൈനംദിന ശീലങ്ങളെക്കുറിച്ചാണ്. ഈ 5 കാര്യങ്ങളും നമ്മുടെ കയ്യിലുള്ളതാണ്. തീർച്ചയായും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഓർമ്മകൾ നഷ്ടപ്പെടുന്നത് തലച്ചോറിന് പ്രായമാവുന്നതുകൊണ്ടുള്ള ഒരു അനിവാര്യതയല്ല, മറിച്ച് നമ്മൾ തലച്ചോറിനെ ഉപയോഗിക്കുന്നതും പരിപാലിക്കുന്നതും നിർത്തുമ്പോഴുള്ള ഒരു പ്രത്യാഘാതമാണ്. ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ തലച്ചോറ് മനോഹരമായ ഒരു പൂന്തോട്ടമാണെന്ന് നമ്മൾ പറഞ്ഞു. ആ പൂന്തോട്ടം ഇപ്പോൾ എങ്ങനെയുണ്ട്? അതിൽ പുതിയ വഴികളുണ്ടോ? പുതിയ പൂക്കളുണ്ടോ? അതോ ഒരേ വഴിയിൽ നടന്നുറച്ച് കാട് കയറി തുടങ്ങിയോ? അതെ. ഇന്ന് ആ പൂന്തോട്ടത്തിൽ പുതിയതായി ഏതൊരു വിത്താണ് നിങ്ങൾ പാകാൻ പോകുന്നത്? പുതിയ ഏതൊരു ആശയത്തിനാണ് നിങ്ങൾ വെള്ളമൊഴിക്കാൻ പോകുന്നത്? ഓർക്കുക, ആ പൂന്തോട്ടത്തെ മനോഹരവും സജീവവുമായി നിലനിർത്തേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്.